പോലീസിന് വീഴ്ച പറ്റിയിരിക്കുന്നു കസ്റ്റഡി അപേക്ഷ നൽകുമ്പോൾ എന്നാണ് മനസ്സിലാക്കേണ്ടത്. സ്മൃതി, ആ നിലയിലാണ് കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്. പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ അപാകതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നിലവിൽ പി സി ജോർജിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. പോലീസ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. കസ്റ്റഡി അപേക്ഷയായിരുന്നു പോലീസിന്റെ ആവശ്യം. പക്ഷേ വളരെ ചുരുക്കം സമയം, അതായത് ഇന്ന് വൈകിട്ട് 6 മണി വരെ മാത്രമാണ് പി സി ജോർജിനെ കസ്റ്റഡിയിൽ വിടാൻ ഇപ്പോൾ കോടതിയുടെ തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇപ്പോൾ അല്പസമയത്തിനുള്ളിൽ പി സി ജോർജ് പുറത്തേക്ക് ഇറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനുശേഷം മെഡിക്കൽ പി സി ജോർജ് കോടതിയിൽ കീഴടങ്ങുകയായിരുന്നില്ലേ? തീർച്ചയായും സ്മൃതി, ഇന്ന് രാവിലെ 10 മണിയോടുകൂടി പി സി ജോർജ് ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ ഹാജരാകുമെന്നായിരുന്നു ആദ്യം അറിയിച്ചിരുന്നത്. പക്ഷേ അതിന് മുൻപ് തന്നെ പോലീസ് പി സി ജോർജിന്റെ വീട്ടിലെത്തി. അതുപോലെ തന്നെ റൂറൽ എസ് പിയുടെ ഡിവൈഎസ്പിക്ക് കീഴിൽ വരുന്ന ഏകദേശം 7ഓളം പോലീസ് സ്റ്റേഷനുകളിലെ പോലീസുകാർ സജ്ജമായി പി സി ജോർജ് ഉണ്ടാകാൻ സാധ്യതയുള്ള പോലീസിന് സംശയമുള്ള വിവിധ ഇടങ്ങളിൽ പരിശോധനയും ആരംഭിച്ചിരുന്നു. ആ നിലയിൽ പി സി ജോർജിനെ കസ്റ്റഡിയിൽ എടുക്കാനുള്ള നീക്കം സ്വാഭാവികമായും പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിലാണ് പെട്ടെന്ന് അപ്രതീക്ഷിതമായിരുന്നു തന്നെ പറയേണ്ടി വരും ഈരാറ്റുപേട്ട മജിസ്ട്രേറ്റ് കോടതിയിലേക്ക് പി സി ജോർജ് നേരിട്ട് ഹാജരാകുന്ന സാഹചര്യം ഉണ്ടായത്. 11:05 തന്നെ പി സി ജോർജ് കോടതിയിൽ എത്തിയിരുന്നു. എന്തായാലും ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന നീക്കം വളരെ നിർണായകമാണ്. കാരണം പി സി ജോർജിനെ കസ്റ്റഡിയിൽ വേണമെന്നതായിരുന്നു പോലീസിന്റെ ആവശ്യം. കസ്റ്റഡിയിൽ ലഭിക്കുമെന്നതായിരുന്നു പ്രതീക്ഷ. പക്ഷേ വൈകിട്ട് 6 മണി വരെ, കൃത്യമായി പറഞ്ഞാൽ ഇപ്പോൾ 2:15 ഉച്ച കഴിഞ്ഞ സമയം, ഇന്ന് വൈകിട്ട് 6 മണി വരെ മാത്രമാണ് പി സി ജോർജിനെ പോലീസിന്റെ കസ്റ്റഡിയിലേക്ക് ഇപ്പോൾ കോടതി വിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കേസ് വീണ്ടും പരിഗണിക്കുമ്പോൾ ഇനി കൂടുതൽ വിവരങ്ങൾ കോടതിയിൽ നിന്ന് തന്നെ ലഭിക്കേണ്ടതുണ്ട്. അതായത് പോലീസ് നൽകിയ കസ്റ്റഡി അപേക്ഷയിൽ പാകപ്പിഴ എന്ന് പറയുമ്പോൾ പുതിയ അപേക്ഷ നൽകണം. അപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന കാര്യമുണ്ട്. പ്രോപ്പറായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകാൻ കോടതി ആവശ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ അത് നൽകിയതിനു ശേഷമേ കസ്റ്റഡിയിൽ വിടുകയുള്ളൂ എന്നുകൂടിയല്ലേ? അപ്പോൾ ഈ പറയുന്ന 6 മണി വരെയുള്ള 4 മണിക്കൂർ ഇല്ല പോലീസ് കസ്റ്റഡിയിൽ. സ്വാഭാവികമായും ഇപ്പോൾ 6 മണി വരെയാണ് പോലീസ് കസ്റ്റഡിയിൽ പി സി ജോർജിനെ വിട്ടിരിക്കുന്നതായി കോടതിയുടെ തീരുമാനം വന്നിരിക്കുന്നത്. ഇതിന് കാരണമായിരിക്കുന്നത് പോലീസിന്റെ കസ്റ്റഡി അപേക്ഷയിലെ അപാകതയാണ്, പാകപ്പിഴവാണ് എന്നാണ് കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള കസ്റ്റഡി അപേക്ഷ നൽകാനും കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. സ്വാഭാവികമായും ഇനി അങ്ങനെ ഒരു കസ്റ്റഡി അപേക്ഷ നൽകിയാൽ കസ്റ്റഡി നീട്ടുമോ എന്ന കാര്യത്തിൽ ഉൾപ്പെടെ വ്യക്തത വരേണ്ടതുണ്ട്. അതിനി കേസ് പരിഗണിക്കുമ്പോഴായിരിക്കും വ്യക്തത വരിക. നിലവിൽ കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്ന നീക്കം എന്ന് പറയുന്നത് ഇന്ന് വൈകിട്ട് 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ പി സി ജോർജിനെ വിട്ടിരിക്കുന്നു എന്നതാണ്. അല്പസമയത്തിനുള്ളിൽ കോടതിയിൽ നിന്നും പി സി ജോർജ് പുറത്തിറങ്ങും. തൊട്ടടുത്തുള്ള പ്രാഥമിക കേന്ദ്രത്തിൽ വെച്ചായിരിക്കും മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടാവുക. അതിനുശേഷം പോലീസ് പി സി ജോർജിനെ ഇവിടെ നിന്നും കൊണ്ടുപോകും. എന്തായാലും വൈകിട്ട് 6 മണി വരെയാണ് നിലവിൽ പോലീസ് കസ്റ്റഡിയിലേക്ക് പി സി ജോർജിനെ കോടതി നൽകിയിരിക്കുന്നത്. ഇനി പ്രോപ്പറായ കസ്റ്റഡി അപേക്ഷ നൽകിയതിനു ശേഷം ഏത് നിലയിലായിരിക്കും നീക്കം എന്നതും കോടതിയിൽ നിന്നും കോടതിയിലുണ്ടായിരുന്നല്ലോ. കോടതി പോലീസിനോട് എങ്ങനെയാണ് അത് ചോദിച്ചത്? ഈ കസ്റ്റഡി അപേക്ഷയിൽ പാകപ്പിഴയുണ്ട് എന്ന് പറയുമ്പോൾ ശാസനാരൂപത്തിലാണോ കോടതി പറഞ്ഞത്? പാകപ്പിഴ ചൂണ്ടിക്കാണിക്കുകയാണ് കോടതി ചെയ്തത്. അതായത് പോലീസ് നൽകിയിരിക്കുന്ന കസ്റ്റഡി അപേക്ഷയിൽ പാകപ്പിഴവുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് ആവശ്യപ്പെട്ട പ്രകാരം കസ്റ്റഡിയിൽ നൽകാൻ കഴിയില്ല. ഇന്ന് വൈകിട്ട് 6 മണി വരെ കസ്റ്റഡിയിൽ വിടുന്നു. ഇതാണ് കോടതിയിൽ നിന്നുണ്ടായ പോലീസിനോടുണ്ടായ നീക്കമെന്ന് പറയുന്നത്. ഇതിനുശേഷമാണ് പറഞ്ഞത് പ്രോപ്പറായ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെടുകയും ചെയ്തത്. ഇതിനുശേഷമാണ് അതാണ് ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന തീരുമാനം. ഇന്ന് വൈകിട്ട് 6 മണി വരെ പി സി ജോർജ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കും. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ് ഉൾപ്പെടെ നടക്കുന്നതുമാണ്. സ്മൃതി.